ഫെബ്രുവരി 6 ജപ്പാനിലെ രക്തസാക്ഷികളായ പോൾ മിക്കിയും കൂട്ടുകാരും. വിശുദ്ധ പോൾ മിക്കിയും കൂട്ടുകാരെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗോൺസാലോ ഗാർസിയയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1556 മുതൽ 1597 വരെയാണ് ഗോൺസാലോ ഗാർസിയയുടെ ജീവിതകാലം. ഫ്രാൻസിസ്കൻ സന്യാസിയും രക്തസാക്ഷിയുമായ ഗോൺസാലോ ഗാർസിയ പോർച്ചുഗീസുകാരനായ പിതാവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യയിൽ ബാസെയിനിലെ ഒരു കാനറീസ് മാതാവിൻ്റെയും പുത്രനാണ്. ബാസെയിൽ ഫോർട്ടിൽ ഈശോ സഭക്കാരുടെ കീഴിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. 24 വയസ്സുള്ളപ്പോൾ, അതായത് 1580 ബാസയിൽ നിന്ന് ബഹിഷ്കൃതരായ ഈശോ സഭാ വൈദികരുടെ കൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി. സ്നേഹപ്രകൃതിയായ ഗോൺസാലോ അതിവേഗം ജപ്പാൻ ഭാഷ പഠിക്കുകയും ധാരാളം മിത്രങ്ങളെ നേടുകയും ചെയ്തു. 8 കൊല്ലം ഒരു ഉപദേശിയായി അദ്ദേഹം അധ്വാനിച്ചു. അനന്തരം അൽക്കാവോയിൽ പോയി ഒരു കച്ചവടം ആരംഭിച്ചു. കച്ചവടം വളരെ വേഗം അഭിവൃദ്ധിപ്പെട്ടു. തൊഴിൽ പ്രമാണിച്ച് അദ്ദേഹം പലപ്പോഴും മനിലായ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഫ്രാൻസിസ്കൻ വൈദികരോട് പരിചയപ്പെടുകയും ഒരു അൽമായ സഹോദരനായി അവരുടെ ഗണത്തിൽ ചേരുകയും ചെയ്തു. 1592 മെയ്യിൽ 26-ാം തീയതി ഫ്രാൻസിസ്കൻ വൈദികരോടുകൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി. അവിടെ അദ്ദേഹം 4 കൊല്ലത്തിലധികം ദൈവമഹത്വത്തിനായി കഠിനമായി പണിയെടുത്തു. ഈ മിഷണറിമാർ തൻ്റെ സിംഹാസനം തകർത്ത് കളയുമെന്ന് ജപ്പാൻ ചക്രവർത്തിക്ക് തോന്നി. 1596 ഡിസംബർ 8-ാം തീയതി ചക്രവർത്തി സന്യാസികളെ വീട്ടുതടങ്കലിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സന്യാസികൾ സന്ധ്യാനമസ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ 26 പേരെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഇടത് ചെവി ഛേദിക്കുകയും ചെയ്തു. 1597 ഫെബ്രുവരി 5-ാം തീയതി നാഗസാക്കിയിൽ വെച്ച് അവർ 26 പേരെയും കുരിശിൽ തറച്ചു. 2 പേർ കുന്തം കൊണ്ട് ഗാർസിയയുടെ ഇരുവശത്തു നിന്നും കുത്തി. ഒരു കുന്തം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭേദിച്ചു. തത്സമയം വിശുദ്ധൻ ദൈവസ്തുതികൾ പാടിക്കൊണ്ടിരുന്നു. 1627 8-ാം ഉർബൻ പാപ്പ 26 പേരെയും ധന്യരെന്ന് വിളിക്കുകയും 1629 അവരുടെ വണക്കം സാർവത്രിക സഭയിൽ അനുവദിക്കുകയും ചെയ്തു. 1862 അവരെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. കുറേ നാൾ ഇവരുടെ തിരുനാൾ ബാസെയിനിൽ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു. പിന്നീട് അത് വിസ്മൃതിയിൽ അമർന്നു. വീണ്ടും അത് സാഘോഷം കൊണ്ടാടി വരുന്നു. ഇന്ത്യക്കായി അംഗീകരിച്ചിട്ടുള്ള റോമൻ മിസാലിൽ ഗാർസിയയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ മരിച്ച പോൾ മിക്കിയുടെയും കൂട്ടരുടെയും തിരുനാൾ ഇന്നത്തെ തീയതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശുദ്ധ പോൾ മിക്കിയെയും കൂട്ടുകാരെയും പരിചയപ്പെടാം. 1564 മുതൽ 1597 വരെയാണ് പോൾ മിക്കിയുടെ ജീവിതകാലം. 2ാമത്തെ അണുബോംബ് പതിച്ച ജപ്പാനിലെ നാഗസാക്കി ഇന്ന് ഭുവനപ്രസിദ്ധമാണല്ലോ. പ്രസ്തുത നഗരത്തെ അഭിമുഖീകരിക്കുന്ന വിശുദ്ധഗിരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കുന്നിൽ ഏകദേശം 4 ശതാബ്ദം മുമ്പ് തദ്ദേശവാസികൾ 26 പേരെ കുരിശിൽ തറച്ച് രക്തസാക്ഷിത്വ കിരീടം അണിയിക്കുകയുണ്ടായി. അവരുടെ ഗണത്തിൽ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളും ഈശോ സഭാംഗങ്ങളുമായ പുരോഹിതന്മാരും സഹോദരരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈശോ സഭയിൽ ഉൾപ്പെട്ട ഒരു സഹോദരനായ പോൾ മിക്കി ഇവരിൽ കൂടുതൽ പ്രശസ്തനാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ഘാതകരോട് പറഞ്ഞു, ഞങ്ങളുടെ വിധിവാക്യത്തിൽ പറയുന്നത് ഈ ജനങ്ങൾ ഫിലിപ്പീൻസിൽ നിന്ന് വന്നുവെന്നാണ്. എന്നാൽ ഞാൻ അന്യനാട്ടുകാരനല്ല, ജപ്പാൻകാരൻ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചുവെന്ന ഏക കുറ്റത്തിനാണ് എന്നെ കൊല്ലുന്നത്. ശരിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചു. ഈ കാരണത്തിനാണ് ഞാൻ മരിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മരിക്കുന്നതിന് മുമ്പ് സത്യം മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സൗഭാഗ്യരാകാൻ നിങ്ങൾ ക്രിസ്തുവിനോട് അപേക്ഷിക്കുക. ഞാൻ ക്രിസ്തുവിനെ അനുസരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃകയനുസരിച്ച് ഞാൻ എൻ്റെ ഘാതകരോട് ക്ഷമിക്കുന്നു. ഞാൻ അവരെ വെറുക്കുന്നില്ല. എല്ലാവരുടെ മേലും കൃപയുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ രക്തം എൻ്റെ സഹോദരന്മാരുടെ മേൽ ഫലദായകമായ വൃഷ്ടിയായി പൊഴിക്കുമെന്ന് ഞാൻ കരുതുന്നു. 1860 ജപ്പാനിൽ വീണ്ടും മിഷണറിമാരെത്തിയപ്പോൾ അവിടെ ക്രിസ്തീയ വിശ്വാസം രഹസ്യമായി പാലിച്ചിരുന്നതായി കാണപ്പെട്ടു. 1862 ജപ്പാൻ രക്തസാക്ഷികളെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു.